ഹായ്, ഗുഡ് മോർണിംഗ്. SP അരുളലാണ്. മോർണിംഗ് പൊളിറ്റിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ നിങ്ങൾ കാണിച്ചുതരാം. ഇപ്പോൾ ബീച്ചിലാണുള്ളത്. ബീച്ചിൽ വന്നിട്ട് ഒരു രാഷ്ട്രീയം പറയാമെന്ന് കരുതിയെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പാണല്ലോ. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ എല്ലാവരും അറിഞ്ഞു കാണും അത്യാവശ്യം. അതായത് ഞാൻ കൂടി താമസിക്കുന്നതിൻ്റെ അടുത്ത പഞ്ചായത്ത്, അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന രണ്ടാമത്തെ പഞ്ചായത്താണ്. അതായത് അണ്ടൂർക്കോണം, അതിൻ്റെ തൊട്ടടുത്താണ് വരുന്നത് ഈ മംഗലപുരം പഞ്ചായത്ത്. മംഗലപുരം പഞ്ചായത്തിലെ ഇടവിളാകത്തെ ഒരു സംഭവം ഇന്നലെ നിങ്ങൾ അറിഞ്ഞു കാണും. അതായത് സ്ഥാനാർത്ഥിയോടൊപ്പം വോട്ട് ചോദിക്കാൻ ചെന്നതിന് ശേഷം ഒരു വീട്ടിലെ വനിതയെ കയറി പിടിച്ചൊരു പരാതി ഉയർന്നു വന്നു. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുമ്പോഴാണ് ഒരു കാര്യം കേരളത്തിലുള്ള എല്ലാ സ്ത്രീ സഹോദരിമാരോടും പറയാനുള്ളത്. വീട്ടിൽ BJPക്കാർ വോട്ട് ചോദിച്ച് വരുമ്പോൾ ഒറ്റയ്ക്കാണുള്ളതെങ്കിൽ കതക് തുറക്കണ്ട, ജന്നൽ തുറന്ന് എന്താണ് ആവശ്യമെന്ന് ചോദിക്കുക. വോട്ട് ചോദിക്കാനാണെങ്കിൽ സ്ലിപ്പെല്ലാം അവിടെ വച്ചിട്ട് പൊയ്ക്കോ, അകത്തോട്ട് കയറണ്ട. വെള്ളം വല്ല വേണമെന്ന് പറഞ്ഞാൽ അവരെ ഉടായ്പ് തന്ത്രം എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കാര്യം ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ മംഗലാപുരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ അറിയാൻ കഴിഞ്ഞ കാര്യം, അതായത് നിലവിൽ ഈ ഇടവക്കോടെന്ന് പറയുന്ന ഇടവിളാകം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഒരു വാർഡാണ്. അത് നിലവിൽ ഈ മംഗലാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സുമയുടെ വാർഡാണ്. അത് ഇത്തവണ റിസർവേഷനാണ്, SC വനിതാ റിസർവേഷനാണ്. ഒന്ന് ആലോചിക്കുക, വനിതാ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിച്ച് ചെന്നിട്ടൊരു വനിതയെ കയറി പിടിക്കുന്ന മാനസികാവസ്ഥയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ രാഷ്ട്രീയത്തിൽ പലതരത്തിലുള്ള നമ്മൾ ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്തമാതിരി ഒരു ആരോപണമല്ല, പരാതി കൊടുത്തു ആ സ്ത്രീ. പരാതിയെ സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തി. രാജു എന്ന് പറയുന്ന BJPക്കാരൻ, അതായത് വനിതാ BJP സ്ഥാനാർത്ഥിയോടൊപ്പം വോട്ട് ചോദിച്ച് ചെന്നിട്ട് അയാൾ ആ വീട്ടിൽ കടന്നു കയറി. അതായത് സ്ഥാനാർത്ഥിയോടൊപ്പം വരുന്നു, ആ വീട്ടിൽ സ്ത്രീ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നറിയുന്നു. അതിനുശേഷം വെള്ളം വേണമെന്ന് പറയുകയാണ്. വനിതാ സ്ഥാനാർത്ഥിയോട് കുറച്ചപ്പുറത്തേക്ക് നിൽക്കൂ, ഞാൻ എന്താ വരുന്നു, വെള്ളം വേണമെന്ന് പറയുന്നു. വെള്ളം എടുക്കാൻ ആ സ്ത്രീ അകത്തേക്ക് ചെന്ന സന്ദർഭത്തിൽ ഈ തോന്നിവാസം കാണിച്ചെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എത്രമാത്രം ഈ ഞരമ്പൻ മൈൻഡുള്ളവരായിട്ടാണ് ഈ BJPക്കാർ വോട്ട് പിടിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം. അതും വനിതാ സ്ഥാനാർത്ഥിയോടൊപ്പം ഇത്തരം ആൾക്കാരെ കൊണ്ട് എന്ത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് BJP നേതാക്കന്മാരെ പറഞ്ഞു വിടുന്നത്? എന്തായാലും BJP ഇപ്പോൾ അവിടെ ഒരു പ്രചരണം നടത്തുന്നുണ്ട്. CPMകാരാണ് ഇത് ചെയ്തതെന്ന് ഒന്ന് ആലോചിച്ചിട്ട് ചിരി വരികയാണ്. അതായത് BJP സ്ഥാനാർത്ഥിയോടൊപ്പം വോട്ട് പിടിക്കാൻ പോയ രാജു CPMകാരാണത്രേ. അതായത് കോംപ്രമൈസിന് ശ്രമിച്ചു. മംഗലാപുരം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഈ സ്ത്രീയെ പരമാവധി പരാതി പിൻവലിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒരു കാരണവശാൽ ഈ തെണ്ടിത്തറ ഒരു വീട്ടിൽ കയറി കാണിച്ചാൽ അത് കോംപ്രമൈസ് ചെയ്യേണ്ട വിഷയമാണ്. അത് രാഷ്ട്രീയമൊക്കെ മാറ്റി വയ്ക്കുക. ഞാൻ പറഞ്ഞു, ഇത്തരം ആൾക്കാരെയാണ് BJP വളഞ്ഞു പിടിച്ചു കൊണ്ടുവരുന്നത്. കാര്യം ഈ നാട്ടിൽ കിടക്കുന്ന സകലമാന സാമൂഹ്യ വിരുദ്ധന്മാരെ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, എങ്ങനെയും 5 വോട്ട് കിട്ടിയാൽ മതി. അതിന് ഏത് തരം ആൾക്കാരെന്നൊന്നുമില്ല. ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തി മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അടുപ്പിക്കാതെ മാറ്റി നിർത്തിയിരിക്കുന്ന എല്ലാത്തരം മാലിന്യങ്ങളും ചെന്നിപ്പോൾ അടിഞ്ഞിരിക്കുന്നത് ഏതിലാണ്? BJPയിലാണെന്ന് ഈ ഇടവിളാകം സംഭവം തെളിയിക്കുകയാണ്. ആ ഇടവിളാകം സംഭവവുമായി ബന്ധപ്പെട്ട് ഒത്തുതീർപ്പിനൊരു ഒരു നാണവും മാനവും ഇല്ലാതെ ചെന്നു എന്ന് പറയുന്നത് BJPയുടെ ചിറയൻകീഴ് നിയോജക മണ്ഡലം നേതാക്കന്മാർ ഈ സ്ത്രീയെ പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യിച്ച് ഒരിക്കലും പരാതി കൊടുക്കുന്നത്. അതായത് ഈ തെമ്മാടിത്തരം കാണിച്ചാൽ മുന്നിൽ നിന്ന് പരാതി കൊടുക്കാൻ നിൽക്കേണ്ടത് ആരാണ്? ഇത് കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്തറയിൽ നിന്ന് പുറത്തു വന്ന ഗോപു പരമേശ്വരൻ എന്ന് പറയുന്ന യുവമോർച്ച നേതാവ്, അതേ മനോഭാവമുള്ള നേതാക്കന്മാരാണ് BJPയിൽ ഉള്ളതെന്ന് തോന്നിപ്പോകുന്ന സാഹചര്യത്തിലാണ് ഈ ഇടവിളാകത്തെ സംഭവം ഉണ്ടാകുന്നത്. എത്രമാത്രം ഞെട്ടലുണ്ടാക്കുന്ന ഒരു വനിതയായിട്ടും ആ പ്രദേശത്തുള്ളവർ ആലോചിച്ച് നോക്കും. പരസ്യമായിട്ട് വോട്ട് ചോദിക്കാൻ വരുന്നവരിൽ നിന്ന് ഈ ദുരനുഭവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇവരെയൊക്കെ വിശ്വസിച്ച് വീട്ടിൽ കയറ്റാൻ പറ്റുക? ഒരു പ്രദേശത്ത് ഇത്രയും ആൾപ്പാർപ്പുണ്ട്, പട്ടാപ്പകൽ ചെല്ലുക, അവിടെ ഒറ്റയ്ക്കേ താമസിക്കുള്ളൂ എന്നുള്ള അറിയുന്നു. അതിനുശേഷം അതും ഒരു SC വനിത, അതായത് ഒരു റിസർവേഡ് ആയിട്ടുള്ള സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടി കൂടെ വിട്ടിരിക്കുന്ന വ്യക്തി എന്തെന്ന് ആലോചിച്ച് നോക്കും. അതിനുശേഷം കയറി പിടിക്കുന്നു, ഇവർ ഒച്ചപ്പാടുണ്ടാക്കുന്നു. ഒച്ചപ്പാടുണ്ടാക്കിയപ്പോഴത്തേക്കും വലിയ വീട്ടിനകത്ത് കയറി ഇവരുടെ ശരീരത്തിൽ കയറി പിടിച്ചപ്പോൾ ഇവരവിടെ വലിയ ബഹളം ഉണ്ടാക്കി. അപ്പോൾ അപ്പുറത്തേക്ക് ആൾക്കാർ ഓടി വരുന്ന സന്ദർഭത്തിലാണ് എന്ത് ചെയ്തത്, ഇയാൾ ഇറങ്ങി ഓടിക്കളഞ്ഞതും. ഈ രാജു ഇറങ്ങി ഓടിക്കളഞ്ഞു. രാജുവിൻ്റെ കയ്യിൽ അപ്പോഴേ നാട്ടുകാർ പറയുന്നു, മറ്റേ 24 മണിക്കൂറും കയ്യിൽ മറ്റേ സൈൻ ഉണ്ടല്ലോ, ശാഖയല്ലോ, രാഖിയും കെട്ടിക്കൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, രാഖിയും കെട്ടി ഞാൻ സംഘപരിവാറുകാരനാണ് BJPക്കാരനാണെന്ന് നാട് നീളെ കാണിച്ചതിന് ശേഷം ഒരു അവസരം കിട്ടിയാൽ ഈ പട്ടാപ്പകൽ ഇത്തരം തെണ്ടിത്തരം കാണിക്കുന്നവരെയൊക്കെയാണ് കൂടെ കൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പാർട്ടി എന്താണ് ഉദ്ദേശിക്കുന്നത്? എങ്ങനെയും 5 വോട്ട് പിടിക്കുക, അധികാരത്തിൽ വരിക എന്നതിനപ്പുറം ഒരു തരത്തിലും ഒരു
ഞാൻ പറഞ്ഞ സാമാന്യമായി പുലർത്തേണ്ട ഒരൊറ്റ കാര്യങ്ങളും സമൂഹത്തിൽ ചെയ്യാത്ത ടീംസാണെന്ന് പറയേണ്ടി വരികയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഊർജ്ജിതമാണെന്ന് മംഗലാപുരം CI വിളിച്ചപ്പോൾ അദ്ദേഹം ശബരിമല ഡ്യൂട്ടിക്കാണ്. പിന്നെ SIയും സ്റ്റേഷനിലൊക്കെ വിളിച്ചപ്പോഴത്തേക്കും അവർ ഇന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ആരാണ് എവിടെയാണ് താമസിക്കുന്നത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒളിവിലാണ്, കാര്യം അവിടെ നിന്ന് മുങ്ങിയിട്ടുണ്ട്. എവിടെ മുങ്ങിയാലും ഇന്ന് പൊക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിനോടൊപ്പം തന്നെ വലിയ വാർത്ത കിട്ടിയതുകൊണ്ട് ഇതിനെങ്ങനെയെങ്കിലും കോംപ്രമൈസ് ചെയ്ത് മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ തലയിൽ വയ്ക്കാൻ നോക്കുമ്പോൾ പറയുന്ന ന്യായീകരണം കൂടി നിങ്ങൾ കേൾക്കണം. അത് CPMകാരാണെന്ന് പറയാൻ, അതായത് BJP സ്ഥാനാർത്ഥിയോടൊപ്പം CPMകാരനാണ് ഇപ്പോൾ പ്രചരണത്തിന് പോയെന്ന്. വല്ലാത്ത ജാതി തൊലിക്കെട്ടിയാണ്. എന്തായാലും നമ്മുടെ നാടിന് കൂടി നാണക്കേടായിപ്പോയി. ഇത് ലോകത്താകമാനം ഈ വാർത്ത ചർച്ച ചെയ്യുകയാണല്ലോ. ഇങ്ങനെ മംഗലാപുരം എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ വീട് നിന്ന് ഒരു 3 കിലോമീറ്ററിനകത്താണ് ഈ സ്ഥലം വരുന്നത്. ആ പ്രദേശത്തൊക്കെ ഇത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ പ്രവർത്തകരെക്കുറിച്ച് ആലോചിച്ചിട്ട് വളരെ പരിതാപകരമായ, നമുക്ക് തന്നെ ഒരു നാണക്കേട് വന്നതാണ്. ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ ആണോ ഇപ്പോൾ ഇവരൊക്കെ വരുമ്പോൾ? വീട്ടിലുള്ള സ്ത്രീകൾ ഒറ്റയ്ക്കാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ വളരെ ജാഗ്രത പുലർത്തണം. ഒരു കാരണവശാലും വാതിൽ തുറക്കേണ്ടതില്ല. ജന്നൽ വഴിയുള്ള കമ്മ്യൂണിക്കേഷനാണ് നല്ലത്. സ്ഥാനാർത്ഥിയായിട്ട് കൂടെ വരുന്നവർ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയോടൊപ്പം വരുന്നവർ വരെ ഈ അവസ്ഥയാണെങ്കിൽ ഈ BJPക്കാരുടെയൊക്കെ ഒരു രാഷ്ട്രീയം മാറ്റിവെച്ചുള്ള മാനസികാവസ്ഥയെക്കുറിച്ച് കേരളം വളരെ കാര്യമായി ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ വളരെ ശ്രദ്ധാപൂർവം ചിന്തിക്കേണ്ട ഒരു സന്ദർഭമാണെന്ന് പറയേണ്ടി വരികയാണ്. എന്തായാലും മംഗലാപുരം പോലീസ് ഈ വിഷയത്തിൽ ഊർജിത നടപടി തന്നെയാണ് സ്വീകരിക്കുന്നതെന്ന് അറിയാൻ കഴിയുന്നു. ഇന്നത്തോടുകൂടി രാജുവിൻ്റെ കട്ടയം പടവും മടക്കുമെന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിയാം. അപ്പോൾ ഇതാണ് മറ്റൊരു വിഷയമായിട്ട് കാണാം.